ഹലോ ഹായ്, ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു കായ ബജിയാണ്. അപ്പോൾ നമുക്ക് കാണാം എന്താണെന്നുള്ളത്. നമുക്ക് ആദ്യം കടലമാവ് ഇടാം. ഇനി നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടാണേ. കുറച്ച് കളറ്, റെഡ് കളറ് മതി. ഉപ്പിടണം. ഉപ്പെടുക്കട്ടെ. വേണ്ട, കുറച്ച് ഉപ്പിടണ്ടേ. നമുക്ക് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബജിക്കായ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാവ് നമ്മൾ കലക്കി വെള്ളമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് അതിൽ ഡിപ്പ് ചെയ്തിടാം. നമ്മൾ ബജിൻ്റെ കായ മുറിച്ച് നമ്മൾ എടുത്തിട്ട് മുക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടാണേ. ഓരോന്നും അങ്ങനെ മുക്കിയിട്ടിടുക. അപ്പോൾ നമ്മളെല്ലാം മുക്കിയിട്ടിട്ടുണ്ട്. ഒന്ന് ഒരു സൈഡായിട്ട് അപ്പുറം മറിച്ചിട്ടൊന്ന് നല്ലോണം മൊരിയിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഇട്ടതൊന്ന് മറിച്ചിടാം. നമുക്ക് അതിൻ്റെ ആ തണ്ട് അത് പിടിച്ച് നമ്മൾ അത് കളയാണ്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. ഇതെൻ്റെ റെസിപ്പി അല്ല, ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പി. ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. മതി. നമ്മുടെ ഒരു സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് ആ ബജിയിലോട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിലോട്ടുള്ള സവോള, കുറച്ച് പുളി, കുറച്ച് വറ്റൽമുളക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടാൻ പറഞ്ഞില്ല, ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി ബജിയും മുളക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈവനിങ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ബജിയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.